എല്ലാവർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചിക്കൻ ഫ്രൈഡ് റൈസ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് വേണം ചിക്കൻ വേവിക്കാനായിട്ട്. ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കനിൽ നിന്ന് ബോൺസ് ഫുള്ള് റിമൂവ് ചെയ്യേണ്ടി വരും. കാരണം ഫ്രൈഡ് റൈസ് നമുക്ക് ബോൺലെസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ചിക്കൻ തിളപ്പിച്ച അതേ വെള്ളത്തിലാണ് ഞാൻ ഇത് ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം മാറാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ റൈസും ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ട കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബോൺ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. കാരണം ചിക്കനും മസാലയും എല്ലാം ഇതിലേക്കൊന്ന് മിക്സായി വരണം. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.